ഗുരുവായൂരപ്പന്റെ മേൽശാന്തിയായി ചാർജ് എടുത്ത ആദ്യ നാളുകളായിരുന്നു അത്. ഭഗവാന്റെ തിരുമേനിയിൽ പൂക്കളും ആഭരണങ്ങളും ചാർത്തി ഒടുവിൽ ഭഗവാന്റെ പവിഴക്കൈകളിൽ സ്വർണ്ണ ഓടക്കുഴൽ വെക്കാൻ അദ്ദേഹം ശ്രമിക്കുമ്പോഴും എത്ര ശ്രമിച്ചിട്ടും ഓടക്കുഴൽ കയ്യിൽ വെക്കാനായിട്ട് പറ്റുന്നില്ല. പുലർച്ചെ നട തുറക്കാൻ ഇനി അധികം സമയമില്ല. ഓരോ തവണ വെക്കാൻ നോക്കുമ്പോഴും അത് താഴേക്ക് വഴുതി വീണിക്കൊണ്ടിരുന്നു. മേൽശാന്തിയുടെ ഉള്ളിൽ ആദി പടരാൻ തുടങ്ങി. എന്റെ കണ്ണാ, ഇതെന്താ ഇങ്ങനെ? അദ്ദേഹം മന്ത്രിച്ചു. തിടുക്കത്തിൽ ഓടക്കുഴൽ കയ്യിൽ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഭഗവാന്റെ ശിരസിലെ ചന്ദനവും പൂക്കളും ചേർന്ന തിരുമുടിമാല പതുക്കെ ഇളകി താഴേക്ക് വീഴാൻ പാകത്തിലായി. മേൽശാന്തി അക്ഷരാർത്ഥത്തിൽ തളർന്നുപോയി. പുറത്ത് ഭക്തജനങ്ങൾ നാരായണ മന്ത്രങ്ങളുമായി നട തുറക്കാൻ കാത്തു നിൽക്കുന്നു. സമയം 4 മണിയാകാറായി. ഒരു വശത്ത് കണ്ണന്റെ കയ്യിൽ നിൽക്കാത്ത ഓടക്കുഴൽ, മറുവശത്ത് താഴെ വീഴാൻ പോകുന്ന തിരുമുടിമാല. വീർത്തൊലിക്കുന്ന കൈകളോടെ അദ്ദേഹം എങ്ങനെയൊക്കെയോ തിരുമുടിമാല വീണ്ടും ശരിയാക്കി ചാർത്തി. ശ്വാസമൊന്നു വിട്ട് താഴെ വീണ ഓടക്കുഴൽ എടുക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. തറയിൽ ഓടക്കുഴൽ കാണുവാനില്ല. മേൽശാന്തിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഗുരുവായൂരപ്പാ, അടിയനോട് എന്തിനാ ഈ പരീക്ഷണം? അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലും തെറ്റുപറ്റിയതാണോ? പരിഭവം മൂത്ത് അദ്ദേഹം കണ്ണുകളടച്ച് എന്റെ കണ്ണാ എന്ന് ആർദ്രമായി വിളിച്ചു കരഞ്ഞു. നിമിഷങ്ങൾ കഴിഞ്ഞു. പതുക്കെ കണ്ണു തുറന്ന് മേൽശാന്തി കണ്ണത് വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. കാണാതായ ആ ഓടക്കുഴൽ ഇതാ ഭഗവാന്റെ കൈകളിൽ അതിഭംഗിയായിരിക്കുന്നു. സന്തോഷവും അത്ഭുതവും കൊണ്ട് അദ്ദേഹം ആ ഓടക്കുഴൽ ഒന്നുകൂടി ഉറപ്പിക്കാനായി തൊട്ടുനോക്കി. പക്ഷേ അത്ഭുതം, ഓടക്കുഴൽ അല്പം പോലും അനങ്ങുന്നില്ല. ഭഗവാൻ അത് അത്രയും മുറുകെ പിടിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് മേൽശാന്തി ആ മുഖത്തേക്ക് നോക്കിയത്. മുമ്പത്തെക്കാളും തിളക്കത്തോടെ, ഒരു ചെറിയ കുസൃതി ചിരിയോടെ കണ്ണൻ തന്നെ നോക്കി നിൽക്കുന്നു. തന്റെ ഭക്തനെ ഒന്ന് പരിഭ്രമപ്പെടുത്താനും ഒടുവിൽ ആ സ്നേഹത്തോടെയുള്ള വിളി കേൾക്കാനും ഭഗവാൻ കാട്ടിയ ഒരു ലീലയായിരുന്നു അത്. പുറത്ത് ശബ്ദനാദം മുഴങ്ങി. ഗുരുവായൂരപ്പന്റെ നട തുറന്നു.